വോട്ടിംഗ് യന്ത്രത്തിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കുമെതിരെ നടത്തിയ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ബിജെപി. വിഷയത്തിൽ കടുത്ത നടപടി ആവശ്യപ്പെട്ട് ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ ഏതായാലും രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബിജെപി. വിവരങ്ങൾ. വോട്ടിംഗ് യന്ത്രത്തിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് നേതാവും വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രാഹുലിനെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതാവും ഒപ്പം കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന പ്രതികരണമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. നൽകിയിട്ടുള്ള പരാതിയിൽ രാഹുലിനെതിരെ കേവലം നോട്ടീസ് അയക്കുന്നതിന് പകരം കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ബി.ജെ.പി. ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ സംഘടനകളുടെ റാലി ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ നടന്നിരുന്നു. ആ റാലിയിലാണ് ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന പ്രതികരണം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ സ്വന്തക്കാരാണ്. ഇത്തരത്തിൽ EVM മെഷീൻ ഇല്ലാതെ നരേന്ദ്രമോദിക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെ ഒരു വാതുവെപ്പാണ് എന്ന പ്രതികരണം കൂടിയും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത്തരത്തിൽ അപക്വമായ പ്രതികരണമാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായാണ് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മുൻപോട്ട് പോകുന്നത്. അത്തരത്തിൽ സുതാര്യതയോടുകൂടി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് വെറും വാതുവെപ്പ് മാത്രമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ സ്വന്തക്കാരാണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു പ്രതികരണം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെയും ഇത്തരത്തിൽ അപകീർത്തികരമായ അപക്വമായ പ്രസ്താവനകൾ നടത്തിയതിലൂടെ കോടതിയുടെ നിയമ നടപടികൾ വരെ രാഹുൽ നേരിട്ടിട്ടുണ്ട്. നമുക്കറിയാം, മോദി സമുദായത്തിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശത്തിൽ സൂറത്ത് കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും അതിന്മേൽ താൽക്കാലികമായെങ്കിൽ പോലും MP സ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥ കോൺഗ്രസ് നേതാവ് രാഹുലിനുണ്ടായിരുന്നു. ഒപ്പം ഏതൊരു കുറ്റവാളിക്കും BJP പ്രസിഡന്റ് ആകാം എന്ന് 2019 നടത്തിയിട്ടുള്ള പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ജാർഖണ്ഡിൽ MLA MP കോടതിയും രാഹുലിനെതിരെയുള്ള നടപടി പുരോഗമിക്കുകയാണ്. അവിടെ കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച രാഹുലിന് നോട്ടീസ് നൽകിയിരുന്നു. ഒപ്പം വീര സവർക്കർക്കെതിരെ നടത്തിയിട്ടുള്ള അപകീർത്തികരമായ പരാമർശത്തിൽ രാഹുലിന് കോടതി കയറേണ്ടി വന്നിരുന്നു. അത്തരത്തിൽ എപ്പോഴും അപക്വമായ അപകീർത്തികരമായ പരാമർശങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള നിയമ നടപടികൾ രാഹുൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വോട്ടിംഗ് യന്ത്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശത്തിലൂടെ രാഹുൽ എത്താൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഒപ്പം കഴിഞ്ഞൊരു 10 കാലം പരിശോധിക്കുമ്പോൾ BJP വിജയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോഴെല്ലാം തന്നെ ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറി നടക്കുന്നു എന്ന പ്രചാരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. അതിന് സമാനമായാണ് വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തിയ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെതിരെ നോട്ടീസ് അയക്കുക മാത്രമല്ല കർശന നടപടി ഉണ്ടാകണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ശരി, വോട്ടിംഗ് യന്ത്രത്തിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കുമെതിരെ നടത്തിയ പരാമർശത്തിലാണ് കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത് BJP. വിഷയത്തിൽ കടുത്ത നടപടി ആവശ്യപ്പെട്ടാണ് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.